ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത് പ്രമാണങ്ങളും തെളിവുകളൊന്നും നിരത്തിയിട്ടുള്ളൊരു സംസാരമല്ല. സമൂഹത്തിൽ ഇന്ന് കാണുന്ന ചില വിഷയങ്ങൾ ബന്ധപ്പെട്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടൊരു ചില വിഷയങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇന്ന് ദീനനുസരിച്ച് നടക്കുന്ന പെൺകുട്ടികൾ, ഇസ്ലാമികമായ വസ്ത്രധാരണത്തിലൂടെ നടക്കുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന ചില വേദനകൾ, പ്രയാസങ്ങൾ, മാനസികമായ വിഷമങ്ങൾ, ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച ശേഷം പിന്നെ അതിൽ നിന്ന് മാറി നടക്കുന്ന പെൺകുട്ടികളെക്കുറിച്ചും അവരോടുള്ള സംസാരങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് ദീനി അനുസരിച്ച് നടക്കുന്ന നിഖാബ് ധരിച്ചുകൊണ്ട് നടക്കുന്ന, ഹിജാബ് ധരിച്ചുകൊണ്ട്, മുഖം മറച്ചുകൊണ്ട്, സത്യസന്ധമായിക്കൊണ്ട് ദീനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ അവരുടെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് ചില സമയങ്ങളിൽ ചില പരിഹാസങ്ങളും ഇകഴ്ത്തലുകളൊക്കെ കേൾക്കാം. ഇങ്ങനെ കേൾക്കുമ്പോൾ മാനസികമായ ചില സമ്മർദ്ദങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്നിരുന്നാലും നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാതെ കൂടുതൽ ദീനിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം ഈ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് മുറുകെ പിടിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രയാസകരമാണ് എന്നത് ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും ഭക്ഷണങ്ങളും അല്ലെങ്കിൽ അടിച്ചുപൊളിക്കലും അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ലഭിക്കാത്തതോ കിട്ടാത്തതോ അല്ല. ഇതിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം മാറി നിൽക്കുകയാണ് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട്. ഇതിൻ്റെ പ്രതിഫലവും റിസൾട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? അത് ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയിക്കാനുള്ള മാർഗ്ഗമാണ്. ഇതറിയാത്തവരോടുള്ള ചില സംസാരങ്ങൾ ഇൻഷാ അല്ലാഹ് സംസാരിക്കും. അപ്പോൾ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ചില വിഷമകരമായ നിലപാടുകൾ ഉണ്ടാകാം. അത് യുവാക്കളായിക്കോട്ടെ യുവതികളായിക്കോട്ടെ. ദീനിൽ നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, സ്വാഭാവികം. എന്നിരുന്നാലും കൂടുതൽ ശക്തിപ്പെടുത്താൻ, ഈമാനെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ നോക്കണം. നിങ്ങൾ നിലവിൽ ദീനിനെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. നല്ല ഒതൻറ്റിക് സോഴ്സിൽ നിന്ന് കൃത്യമായി ഖുർആനും സുന്നത്തും പഠിക്കാൻ ശ്രമിക്കുക. മതപഠനത്തിൽ ഇരിക്കുക. അത് നമ്മുടെ ഈമാനെ നിലനിർത്താനും അത് വർദ്ധിക്കാനും കാരണമാവും. നല്ല കൂട്ടുകെട്ട്, സ്വാലിഹത്തായ സ്ത്രീകളുമായുള്ള കൂട്ടുകെട്ട്, ഗീബത്തും നമീമത്തൊക്കെ പറഞ്ഞ് ആളുകളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന പെൺകുട്ടികൾ ധാരാളമുണ്ട്. സ്ത്രീകളുടെ ഒരു പൊതുവായിക്കൊണ്ട് അവർക്ക് കൂടുതലുമാണ് ഗീബത്തും നമീമത്തും പറയാം, ആളുകൾ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുക, നമീമത്തുകൾ ഉണ്ടാക്കുക. അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അള്ളാഹിനെ ദിക്റിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പം കയറിയിരിക്കുക. അവരോടൊപ്പം സമയം ചെലവഴിക്കുക. നല്ല കാര്യങ്ങൾ പരസ്പരം നസീഹത്തുകൾ ചെയ്യുക. ദീനിയായി ജീവിക്കാൻ താല്പര്യമില്ലാത്ത പെൺകുട്ടികളോട് നസീഹത്തുകൾ കൊടുക്കുക. അവരെ ദീനിലേക്ക് ക്ഷണിക്കുക. പിന്നെ അറബി ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുക. ഖുർആൻ ഹിഫ്ള് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഒരു കൃത്യമായിട്ടുള്ളൊരു ഖുർആൻ, അതായിട്ട് സ്ഥിരം ഒരു ഖുർആൻ ഉപയോഗിക്കുക ഹിഫ്ള് ചെയ്യാൻ. ഫജ്റിന് ശേഷം ഇരിക്കുക, കുറച്ച് നേരമാണെങ്കിൽ കുറച്ച് നേരം, എന്നിട്ട് മുറാജ നടത്തുക, ഇത്തിഖാൻ ചെയ്ത് ഹിഫ്ളാക്കുക. അങ്ങനെ അതിന് മെല്ലെ ചെറിയ സൂറത്ത് മുതൽ തുടങ്ങുക. അങ്ങനെ ഖുർആൻ ഹിഫ്ളാക്കുക, സമയം ബാത്തിലാക്കാതെ. സമയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എത്രയോ വേഗത്തിലാണ് പോകുന്നത്. അപ്പോൾ പെൺകുട്ടികളെ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ഓരോ പെൺകുട്ടികൾ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നതാണെന്ന് ദീനുള്ള ഓരോ സഹോദരികൾക്കും സഹോദരന്മാർക്കും വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും അതിലെല്ലാം സബ്ർ ചെയ്യുക. അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ മുഴുകാതിരിക്കുക. ദഅവ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ മുഴുകുക. ഇൽമ് ഇങ്ങനെ കണ്ട എല്ലാ സ്ഥലത്തുനിന്നും എടുക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിഖാബ് ധരിക്കാതെ മുഖം എല്ലാ ഔറത്തും കൃത്യമായി മറച്ച് നടക്കുന്ന പെൺകുട്ടികളുണ്ടാകും, സ്ത്രീകളുണ്ടാകും, ഉമ്മമാരുണ്ടാകാം. അവർ ശ്രദ്ധിക്കുക. മുഖം മറയ്ക്കാനും മുൻകൈ മറയ്ക്കാനും ശരീരം മൊത്തം ഔറത്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി അന്യപുരുഷന്മാരുടെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കാതെ നടക്കാൻ ശ്രമിക്കുക. എത്രയൊക്കെ പറയുന്നത് അഫ്ളലാണ്, എത്രയോ ഹൈറാണ് ആ മുഖം മറയ്ക്കലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ എന്തിനാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്? നമ്മൾ ഒരു വ്യക്തി ഒരു പെണ്ണ് കാണാൻ, ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മഹ്റമിൻ്റെ സാക്ഷ്യത്തിൽ തന്നെ, അല്ലെങ്കിൽ മഹ്റമിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് മുഖം കാണിക്കാൻ അപ്പോഴാണ് അനുവാദമുള്ളൂ. അപ്പോൾ ആ മുഖം കണ്ടിട്ടാണ് ഒരു വ്യക്തിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത്. അത് ജനങ്ങൾക്ക് മൊത്തം പ്രദർശിപ്പിച്ച് നടക്കുന്നത് അനുയോജ്യമാണോ? അതേക്കുറിച്ച് ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് യാതൊരുവിധ മടിയും കൂടാതെ ദീനിൻ്റെ വസ്ത്രങ്ങൾ, ഷിയാറുകൾ പ്രകടമാക്കാനും അത് ധരിക്കാനും അതനുസരിച്ച് നടക്കാനും ശ്രമിക്കുക. നമുക്ക് കാണാം ഉമ്മമാർ ചിലപ്പോൾ എല്ലാ ശരീരം മൊത്തം വസ്ത്രം കൊണ്ട് മൂടി രീതിയിലേക്ക് നടക്കുക. പക്ഷെ മകളോ നേരം തലയിൽ പോലും തട്ടടാതെ മോഡൽ ലെവൽ എന്ന് പറയപ്പെടുന്ന രീതിയിലേക്ക് പോകുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് നന്നാക്കാൻ നമ്മുടെ മക്കളിനെ പറ്റാത്ത വിഷയം അത് ഇൻഷാ അല്ലാഹ് ചർച്ച നടത്തും. എന്തുകൊണ്ട് നമ്മുടെ
കുട്ടികളെ നമ്മൾ ഈ രീതിയിലേക്ക് മാറിപ്പോയി എന്നതൊക്കെ നമുക്ക് സംസാരിക്കാം. ഇനി സംസാരിക്കാനുള്ളത് ദീനനുസരിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാതെ തനിച്ചു മാറി നടക്കുന്ന, നിസ്കാരം പോലുമില്ലാതെ മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളോടാണ് സംസാരിക്കാനുള്ളത്. അവർ വ്യക്തമായി മനസ്സിലാക്കുക, ഈ ജീവിതം എന്തിനാണ്, ഇങ്ങനെ ജീവിച്ച് തീർക്കാനുള്ളതാണോ, മരണശേഷം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് അപ്പാടെ മറന്നുകൊണ്ട് കൂട്ടുകിട്ടും കൂട്ടുകാരും ആൺ സുഹൃത്തുക്കളും അവരോടൊപ്പം ചിരിച്ചും കളിച്ചും ഇടപഴകി തോളിൽ കൈയിട്ടും എല്ലാം നടക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഇതെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിട്ടും, ഇതൊക്കെ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടായിട്ടും മാറി നിന്നൊരു പെൺകുട്ടികളുണ്ട്. അവർ വിഡ്ഢികളായിട്ടല്ല മാറി നിൽക്കുന്നത്. നിങ്ങളെക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തമായിക്കൊണ്ട് ഈ മോഡൽ ലെവലെന്ന് പറയപ്പെടുന്ന മോശമായ രീതിയിലേക്ക് വരാൻ അവർക്ക് അറിയാണ്ടല്ല അവർ വന്നത്. അവർ ദീനിനനുസരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ടാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് ദുർബലതയല്ല. നിങ്ങളിന്ന് കാണിക്കുന്ന നിങ്ങൾ ടൂർ പോകുന്ന സ്ഥലവും കൂട്ടുകാരുമായി അടിച്ചു പൊളിക്കുന്നതും നിങ്ങളുടെ സ്വന്തം സെൽഫിയും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലിടുന്ന നിങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും, ഇതെല്ലാം നാളെ നിങ്ങൾ മരണപ്പെടുകയും ഖബറിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്താൽ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടില്ല എന്നാണോ? നല്ല രീതിയിൽ തഖ്വ കാണിച്ച് ജീവിച്ചവരും നേരെ വണ്ണം തലതിരിഞ്ഞ് നടന്നവരും ഒരേപോലെ ആകോ, ഒരേ പ്രതിഫലമാകോ? അവർ വെറുതെയാണോ ജീവിച്ച് മരിച്ചത്, ഇതെല്ലാം സൂക്ഷിച്ച് ജീവിച്ചത്? അപ്പോൾ ഇങ്ങനെയാണ് ജീവിക്കുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ മാറ്റം വരണം. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ ദീനിയായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് തൗഹീദായിക്കോട്ടെ സുന്നത്തായി പഠിച്ച് ജീവിതത്തിൽ ഇസ്ലാമിക വസ്ത്രം ധരിച്ച് നല്ലൊരു കുടുംബം, ഇസ്ലാമിക കുടുംബം വാർത്തെടുക്കാനുള്ള ശ്രമവും, അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവിൻ്റെ ചിന്തകൾ മാത്രമായി നടക്കലല്ല, അങ്ങനെ നിന്ന് മാറി നിൽക്കണം. അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന ചിന്ത ആത്മാർത്ഥമായി വന്ന് ഒരു ബുക്കും ഒരു പേനയും എടുത്ത് എഴുതുക. എൻ്റെ വേണ്ട കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത് എന്നത് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യാനുള്ള ചിന്ത വരിക, ദുആ ചെയ്യുക, മനസ്സ് നന്നാവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമ്മൾ മനസ്സ് നന്നാവാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഇങ്ങനെ തലതിരിഞ്ഞ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ തലതിരിഞ്ഞ് നടക്കലാണ്. നിങ്ങളെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല. എൻ്റെ സംസാരം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും കിട്ടണമെന്ന നിലയ്ക്കാണെങ്കിൽ മനസ്സിലാക്കുക, യുവാക്കൾക്ക്, അതായത് അനുസരിച്ച് നടക്കുന്ന യുവാക്കൾക്ക് നേരവണ്ണം ടോപ്പും ജീൻസും അല്ലെങ്കിൽ ബനിയനും ജീൻസും മുടി പോലെ നേരെ മറയ്ക്കാതെ മുഖത്ത് മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടികളോട് സത്യം പറഞ്ഞ അഗാധമായ വെറുപ്പാണ്, അവരോട് വിദ്വേഷമാണ്. അവരെ കാണുമ്പോൾ തന്നെ മാറി നിൽക്കാനുള്ള ടെൻഡൻസിയാണ് അവരുടെ കൽബിൽ വരുന്നത്. ഇത് വെറുതെ പറയില്ല, ഇത് ഏതെങ്കിലും വയസ്സായ ആളുകളോ അല്ലെങ്കിൽ വയസ്സായ ഉമ്മുമ്മമാരൊന്നും അല്ല പറയുന്നത്. ഇതിനൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്ത വൈബെന്നും മറ്റു വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളതിന് മനസ്സിലാക്കണം, ഇതൊക്കെ വെറും കുറ്റപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അവർ പറയുന്ന ആളുകളെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമേ അല്ല. യഥാർത്ഥത്തിൽ ഈ നിലപാട് മാറ്റണം. അങ്ങനെയുള്ള ആളുകളോട് വെറുപ്പും വിദ്വേഷവും വയ്ക്കാൻ കാരണം അത് അവൻ്റെ ഈമാനുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആരെ കാണിക്കാനാണോ നടക്കുന്നത്, നിങ്ങൾക്ക് പല ഉദ്ദേശങ്ങളുണ്ടാകാം. ചിലപ്പോൾ കൂട്ടുകാരികളുടെ മുന്നിൽ നല്ല രീതിയിൽ മോഡൽ ലെവലാകണമെന്നുണ്ടാകാം, അല്ലെങ്കിൽ ട്രെൻഡിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാകാം. യഥാർത്ഥ ട്രെൻഡും യഥാർത്ഥ ഹൈറും ഉള്ളത് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണത്തിലാണ്. നമ്മൾ മുൻഗാമികളായ സ്വഹാബി വനിതകൾ, സലഫുകളായ വനിതകൾ, അവരെത്രത്തോളം സൂക്ഷ്മതയാണ് അന്യപുരുഷന്മാരിൽ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പുറത്തേക്ക് മുഖം മൂടിയ വസ്ത്രവും കൈമറച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർ അത്രയും അരികിലൂടെയാണ് നടക്കുക, ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലും. അവരുടെ മുഖത്ത് പൊടിയും മറ്റ് മണ്ണുകളുണ്ടെങ്കിൽ പോലും അവരത് നീക്കം ചെയ്യാത്ത രീതിയിലായിരുന്നു നടന്നിരുന്നത്. കാരണം അത് ആകർഷിക്കപ്പെടാതിരിക്കാൻ. അതിനർത്ഥം മോശമായി നടക്കണമെന്നല്ല. ഇത് ദീനിനുള്ളിലേക്ക് വരുമ്പോഴാണ് ഓരോ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാവുക. അപ്പോൾ കാലങ്ങൾ ഇങ്ങനെ കഴിച്ചു പോവുക, സമയം കളയുകയാണ്. നിങ്ങളെക്കാൾ എത്രയോ സൗന്ദര്യമുള്ള എത്രയോ മിടുക്കുകളായ പെൺകുട്ടികൾ മരിച്ചുപോയി നിസ്കാരം ദീനില്ലാണ്ട്. എന്തായി അവർ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരാരും ഓർക്കുന്നില്ല. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഇഷ്ടംപോലെ ആളുകൾ, ഇഷ്ടംപോലെ പെൺകുട്ടികളായിക്കോട്ടെ യുവതികളായിക്കോട്ടെ മരിച്ചുപോയി. അവരെല്ലാം ഖബറിലേക്ക് പ്രവേശിച്ചു. അവർ ചെയ്തു കൂട്ടിയതിൻ്റെ കർമ്മങ്ങൾ അവർ അനുഭവിക്കും. അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇതൊക്കെ താൽക്കാലികമായ സുഖങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ കാണിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള കളിയും തമാശയും ചിരിയുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ബസ്സിലായിക്കോട്ടെ, പാർക്കിലായിക്കോട്ടെ, ടൗണുകളിലായിക്കോട്ടെ,
നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ആൺമക്കളായിക്കോട്ടെ അന്യ പെണ്ണിൻ്റെ മുമ്പിൽ കൈയിടുകയും മേത്ത് കൈ വയ്ക്കുകയും അല്ലെങ്കിൽ അവർ മുതുകത്തും തലയിലൊക്കെ തലോടുമ്പോൾ അത് ഒന്നും നിസ്സഹായമായിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വെഡ്ഡികളായി മാറിക്കൊണ്ടിരിക്കും നമ്മുടെ പെൺമക്കൾ. അത് മനസ്സിലാക്കണം. അങ്ങനെ ആക്കിയത് ആരാ? നമ്മൾ മാതാപിതാക്കളാണ്. ഇന്ന് അവർ 18, 19, 21 വയസ്സാകുമ്പോൾ അവർ വഴിപിഴച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയോ അല്ലെങ്കിൽ ആവലാതിപ്പെടുകയോ ചെയ്തിട്ടൊരു കാര്യമില്ല. കേവലം ഒരു മദ്രസ പഠനം മാത്രം കൊടുത്തു വളർത്തിയത് കൊണ്ട് ദീനിയാവൂല. ചെറുപ്പത്തിലെന്തോ പഠിപ്പിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ ദുനിയാവിയായ പഠനത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തു അതിനേക്കാൾ ഇരട്ടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമായിരുന്നു മതപഠനത്തിന്. ആണും പെണ്ണും കൂടിക്കലരുന്ന സ്കൂളുകളിലേക്ക് വിടാൻ പാടില്ലായിരുന്നു. അങ്ങനെ വിട്ടാൽ എന്താ സംഭവിക്കുക എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആണും പെണ്ണും, മാതാപിതാക്കൾ ആണും പെണ്ണുകൾ തന്നെയാണല്ലോ അറിയില്ലേ നിങ്ങൾക്ക് എത്രത്തോളം അപകടമാണെന്ന്? അപ്പോൾ നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാണെന്ന് നിങ്ങൾ കള്ളം വിശ്വസിച്ചു. അങ്ങനെ ആണും പെണ്ണും കൂടിക്കാരൻ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ മക്കൾ നശിക്കും, യാതൊരു സംശയവുമില്ല. അത് പറയുന്നവരൊക്കെ ഇന്ന് തീവ്രമായ നിലപാടുള്ളവരാണ്. അപ്പോൾ ഇന്ന് ടെക്നോളജികൾ വളർന്നു കഴിഞ്ഞില്ലേ, എന്തൊക്കെ ചെയ്യാം വീട്ടിലിരുന്ന് തന്നെ. അപ്പോൾ അതിനെല്ലാം മാറിക്കൊണ്ട് ഇന്ന് വിദ്യാലയങ്ങൾ വേശ്യാലയങ്ങളായി മാറിക്കഴിഞ്ഞു എന്നത് യാതൊരു സംശയവുമില്ല. പല വിദ്യാലയങ്ങളും വേശ്യാലയങ്ങളായി കഴിഞ്ഞു. കാരണം ഇന്ന് +1-ലും +2-ലും അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾ പ്രഗ്നൻറ്റും പ്രസവിച്ചു എന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടലോടെ കുറേ കേട്ടിരുന്നു. ഇപ്പം ഞെട്ടലുമില്ല. കാരണം എന്താ, കേട്ട് കുറേ പഴകിപ്പോയി. അപ്പോൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് കേവലം നമ്മളെ അങ്ങോട്ട് ബാധിക്കാതെ പോകുന്നൊരു വിഷയമൊന്നുമല്ല, നല്ല രീതിയിൽ ബാധിക്കുന്ന വിഷയമാണ്. എന്തുകൊണ്ട് കുടുംബക്കാർ അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു വിവാഹം കഴിച്ച് ആ വിവാഹം കുറച്ച് കാലം മാത്രം മുന്നോട്ട് പോകുന്നു, പിന്നീട് ഡിവോഴ്സ്ഡ് ആവുന്നു? എന്തുകൊണ്ട്? നമ്മുടെ ആൺകുട്ടിക്ക്, നമ്മുടെ പെൺകുട്ടിക്ക് ഒരു വരനെ തേടുമ്പോൾ, ഒരു ഇണയെ തേടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ദീൻ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നത് സമ്പത്തും സൗന്ദര്യവുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജീവിതത്തിനെ അത് ബാധിക്കും. അപ്പോൾ ദീനുള്ളൊരു പെൺകുട്ടിയുടെ മഹത്വം എത്രത്തോളമാണ്? അങ്ങനെ ഒരു പെൺകുട്ടിയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചോ? ഇല്ല എന്നതാണ്. മാതാപിതാക്കളോടാണ് ഈ സംസാരം. അവരാണ് ഈ പല കാര്യങ്ങളും വീഴ്ചകൾ അവരിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. ഇന്ന് തല നേരവണ്ണം മറയ്ക്കാതെ അവർ നടക്കുന്നുണ്ട് പെൺകുട്ടികൾ. തല മറയ്ക്കാതെ എന്ന് മാത്രം, അവർ തലയിൽ ഷാള് പോലും കഴുത്തിലിട്ട് ചിലപ്പോൾ അതും ഇല്ലാതെ നടക്കും. അത്രത്തോളം അവർ അശ്രദ്ധരായി മാറി. ഖുർആൻ പഠനത്തിലേക്ക് നിങ്ങൾ വരൂ, നിങ്ങൾ മതപഠനത്തിലേക്ക് വരൂ. ഖുർആൻ മലയാള പരിഭാഷ വായിക്കൂ, മനസ്സ് നന്നാക്കാനുള്ള ദുആ ചെയ്യൂ. അങ്ങനെ മനസ്സ് നന്നായി ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടക്കാൻ, ഇതുവരെ ചെയ്തതെല്ലാം തൗബ ചെയ്ത് മാറി നിന്നുകൊണ്ട് നല്ല രീതിയിൽ നിൽക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. കാരണം ഈ ജീവിതം നിസ്സാരമാണ്. ഇവിടെ പെൺകുട്ടികൾക്ക് മനസ്സിലാവുകയാണ് ഇവിടെയാണ് ജീവിതം, ഇതാണ് ജീവിതം, ഇവിടെ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ആഖിറത്ത് ഉള്ള കാര്യത്തിനെ അവർ വിസ്മരിക്കുകയാണ്. അപ്പോൾ ഇന്നും മതപഠനം പഠിക്കാനോ ഇന്ന് ക്ലാസ്സുകൾ കേൾക്കാനോ യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്നാൽ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കേണ്ട വിഷയം വേറെ തന്നെയാണ്. പഠിക്കുമ്പോൾ നല്ല സോഴ്സിൽ നിന്ന് തന്നെ ആയിരിക്കണം പഠിക്കേണ്ടത്. ടൈറ്റ് ബനിയനും പാളപ്പാൻ്റൊക്കെ ഇട്ട് നടക്കുമ്പോൾ അങ്ങനെ നടക്കുന്ന പെൺകുട്ടികളോട് പുച്ഛം മാത്രമേ ഉള്ളൂ ദീനി അനുസരിച്ച് നടക്കുന്ന യുവാക്കൾക്കും യുവതികൾക്കും പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ. മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന അവരുടെ ഫോട്ടോകൾ, വീഡിയോകൾ എത്രത്തോളം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് അറിഞ്ഞിട്ടുമാണ് ചെയ്യുന്നത് എങ്കിൽ അവരോട് നമുക്കൊന്നും പറയാനില്ല. ഇതറിയാത്ത എത്രയോ ആളുകളുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, നിങ്ങൾ ഇടുന്നത് നിർത്തുക. കാരണം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഫോട്ടോകൾ പോസ്റ്റ് നടത്തി, നാളെ ആഖിറത്ത് നിങ്ങൾ ഇട്ട ഈ ഫോട്ടോൻ്റെ ഷെറ് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഖബറിലേക്ക് പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. മനസ്സിലായോ? അത് ഡിലീറ്റ് ആക്കാൻ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആരും കേൾക്കാനും പോകുന്നില്ല, കാണാനും പോകുന്നില്ല. അപ്പോൾ ആ വിഷയം വ്യക്തമായി മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക, പഠിക്കുക. ഇത് പറയുന്നത് കുറ്റപ്പെടുത്താനല്ല, കുറ്റപ്പെടുത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. ഇന്ന് ലക്ഷ്യങ്ങൾ എന്താണെന്ന് പോലും വ്യക്തമായി ഓർമ്മയില്ല. ഇന്ന് കുറേ പർച്ചേസ് ചെയ്യണം, ഡ്രസ്സുകൾ, ഫാഷനബിളായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗോൾഡ്, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം പെൺകുട്ടികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സീരിയലുകളും സിനിമകളൊക്കെ കണ്ട് സ്റ്റാറ്റസുകളും സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിട്ട് വിവാഹം കഴിക്കുന്ന ആളുകളെക്കുറിച്ച് അനാവശ്യമായി ആ വ്യക്തിക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരാളിനെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിവാഹം വൈകിപ്പിക്കുകയാണ്. അവരുടെ ചിന്തയിൽ മതപഠനത്തിനും അല്ലെങ്കിൽ ദീനിൻ്റെ ആളുകളിൽ നിന്ന് മാറിക്കഴിഞ്ഞു. അവർക്കൊരു വിലയില്ലാത്ത രീതിയിലായി. എന്നാൽ അവർക്ക് വില നിങ്ങൾ നൽകിയാലും നൽകിയില്ലെങ്കിലും മരണാന്തരം ചെയ്ത ശേഷം ആരാണ് വിജയിക്കുക എന്നത് നാം അറിയണം.
അപ്പോൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് ഭർത്താവ് അതേപോലെ ചെയ്തു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുടുംബ പ്രശ്നങ്ങളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയം വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മുടെ ഭർത്താവ് നമുക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മുടെ ഭാര്യ നമുക്ക് വേണ്ടി ജീവിക്കുന്നവളാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയെ അകറ്റി നിർത്തിക്കൊണ്ട് ഒരു മിതത്തിൽ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഭർത്താക്കന്മാർ ഭാര്യയുടെയും സഹോദരിയുടെയും ഒക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പ്രദർശിപ്പിക്കുക അന്യപുരുഷന്മാരുടെ മുന്നിൽ എന്നത് അവൻ്റെ പൗരുഷത്തിൻ്റെ കുറവാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നിഖാബ് ധരിച്ച പെൺകുട്ടികൾ പോലും സെൽഫികൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റിംഗ് ചെയ്യുക എന്നത് ഒഴിവാക്കുക. ഫിത്ന ഉണ്ടാകാതിരിക്കുക അന്യപുരുഷന്മാർക്ക് അല്ലെങ്കിൽ ദീനനുസരിച്ച് നടക്കുന്ന യുവാക്കൾക്ക്. മനസ്സിലാക്കുക. പെൺകുട്ടികളോട് അവസാനം ഒരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, ഈ ദുനിയാവിൻ്റെ ചിന്തകളും ദുനിയാവിൻ്റെ കാര്യങ്ങളും മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ജീവിച്ചാൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ഡിപ്രഷൻ പോലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കും. അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് മെഡിസിൻ കഴിക്കുകയും മറ്റും വേണ്ടി വന്നാൽ പോലും അതിൽ നിന്ന് ചിലപ്പോൾ റിക്കവർ ചെയ്ത് വന്നു ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുകയും മനസ്സിന് സമാധാനം അതിലൂടെ കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് ആത്യന്തികമായ എഹത്തിലും പരത്തുള്ള വിജയവും മനസ്സമാധാനവും നമുക്ക് കിട്ടുക. ഇത് പറയുന്നത് വെറുതെ അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പെൺകുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ ഖുർആൻ്റെ മലയാള പരിഭാഷയോട്, അറബി അറിയാത്തവരോടാണ് പറയുന്നത്, ഖുർആൻ പരിഭാഷയോട് എപ്പോഴും നിരന്തരം ദിവസം ഒരു ബന്ധം പുലർത്തണം. അങ്ങനെ ബന്ധം പുലർത്തുമ്പോഴാണ് മനസ്സിന് ഒരു വല്ലാത്തൊരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതുവരെ വന്നതിൽ നിന്ന് മാറി നിൽക്കുക. സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോകൾ ഡിലീറ്റ് എടുക്കുക. അന്യ സുഹൃത്തുക്കളുമായുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. അത് നമ്മളെ വൃത്തികേടാക്കുന്ന രീതിയിലേക്ക് മാറ്റും. ഇങ്ങനത്തെ ചിന്തകളും ഇങ്ങനത്തെ സംസാരങ്ങളും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളും മാറണമെന്നുണ്ടെങ്കിൽ മാറാൻ നമുക്കിന്ന് സൗകര്യങ്ങളുണ്ട്. മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ അത് മാറിയവർക്കറിയാം. അപ്പോൾ സഹോദരിമാരെന്ത് ചെയ്യണം? ദീനനുസരിച്ച് നടക്കുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ ഇതുപോലത്തെ വിഷയങ്ങൾ വ്യക്തമായി അവർക്കറിയാതെ നടക്കുന്ന കുടുംബത്തിലുണ്ടാകാം, കൂട്ടുകാരികളുണ്ടാവാം. അവർ പറയുമ്പോൾ ഒരു പക്ഷെ പുച്ഛിച്ചേക്കാം. എന്നാലും ഒന്ന് പറയാൻ ശ്രമിച്ചുകൂടെ? പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ അതിൽ നിന്ന് അവരെ മോചിതനാക്കാം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഹയറിലേക്ക് അവർ എത്തും ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ അക്കൗണ്ടുകൾ, നമ്മുടെ പോസ്റ്റുകൾ, നമ്മുടെ സ്റ്റോറികൾ ആരൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അന്യപുരുഷന്മാരുടെ അനാവശ്യമായി മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒന്നിനും നിൽക്കരുത്. അവരോട് ചിരിച്ച് സംസാരിക്കുക എന്നുള്ളതെല്ലാം നമ്മൾക്ക് പാടില്ലാത്തതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.